നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ബാർക്കോഴ കേസിൽ ബിജു രമേശ് നൽകിയ രഹസ്യമൊഴി പരിശോധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നിയമോപദേശം തേടാനാണ് വിജിലൻസ് ആലോചിക്കുന്നത്. ബാബുവിനെതിരെ പുതിയ ത്വരിത അന്വേഷണം നടത്തണമോ എന്ന്, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൻ്റെ കൂട്ടത്തിൽ നടത്തണമോ എന്ന കാര്യത്തിലും നിയമോപദേശം തേടും. ഇന്നലെ വൈകിട്ട് കിട്ടിയ രഹസ്യമൊഴിയിൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് വിജിലൻസ് ഡയറക്ടർ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ SP സുകേശൻ വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. ബിജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കെ ബാബുവിനെതിരായ അന്വേഷണം നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനാണ് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ചോദിച്ചത്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കെ ബാബുവിനെതിരായ കേസിന്റെ തുടർ നടപടികൾ സ്വീകരിക്കും. കെ ബാബുവിനെതിരെ പുതിയ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണോ, ഇപ്പോൾ അന്വേഷിക്കുന്ന കേസിന്റെ കൂട്ടത്തിൽ അന്വേഷിക്കണമോ എന്നാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നിയമോപദേശം തേടാൻ ആലോചിക്കുന്നുണ്ട്. AGയോടോ വിജിലൻസ് ലീഗൽ അഡ്വൈസറോടോ ആയിരിക്കും നിയമോപദേശം തേടുക. അതേസമയം ബിജുവിന്റെ മൊഴിയിൽ കഴമ്പുണ്ടോ എന്ന് വിജിലൻസ് പരിശോധിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇപ്പോൾ തന്നെ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട 164 ആണത്. അപ്പോൾ അത് വിജിലൻസിന് കിട്ടിയ സാഹചര്യത്തിൽ വിജിലൻസ് അതിനെപ്പറ്റി പരിശോധിക്കും. പരിശോധിച്ച് നടപടികൾ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അവർ തീരുമാനിക്കും. എന്നാൽ മാണിക്കെതിരെ ഉയർന്ന ആരോപണവും ബാബുവിനെതിരെ ഉയർന്ന ആരോപണവും രണ്ട് തരത്തിൽ ഉള്ളതായതിനാൽ ബാബുവിനെതിരെ പുതിയ ക്വിക്ക് വെരിഫിക്കേഷൻ വേണ്ടിവരുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസ് വക്താവ് ശ്രീ അജയ് തറയിൽ, കേരള കോൺഗ്രസ് M ജനറൽ സെക്രട്ടറി ശ്രീ ആന്റണി രാജു, ശ്രീ VS സുനിൽകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ആന്റണി രാജു, KM മാണിയുടെ കാര്യത്തിൽ ക്വിക്ക് വെരിഫിക്കേഷൻ, പക്ഷേ ഇതിൽ ആ കേസിൻ്റെ തുടർച്ചയാണ് ബാബുവിനെതിരായ ആരോപണം. അതുകൊണ്ട് അത്തരമൊരു വെരിഫിക്കേഷൻ വേണമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീർപ്പായിട്ടില്ല. അത് പരിശോധിച്ചു വരികയാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അത് ശരിയായ ഒരു നടപടിയാണോ? പ്രകാശ്, ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെയാണ് നമ്മുടെ എല്ലാം കൈകളിൽ കിട്ടിയത്. അതുവരെ പല ഊഹാപോഹങ്ങളും പല വാർത്തകളുമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിനെക്കുറിച്ച്. പക്ഷേ 164 സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചപ്പോൾ അതിൽ 15 മുതൽ 21, 22 വരെയുള്ള പേജുകളിലാണ് എക്സൈസ് വകുപ്പ് ശ്രീ ബാബുവിനെതിരെയുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത്. അതിലെ ആരോപണം എന്ന് പറയുന്നത് 2012-13 കാലഘട്ടത്തിൽ ബാർ ലൈസൻസ് പുതുക്കുന്നതിനുള്ള ലൈസൻസ് ഫീയുമായി ബന്ധപ്പെട്ട ആരോപണമാണ് ശ്രീ ബിജു രമേശ് ഉന്നയിച്ചിരിക്കുന്നത്. മാണിസാറിനെതിരെ അത് അങ്ങനെ ലൈസൻസ് ഫീ പുതുക്കുന്നതുമായോ 2012-13 ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ടൊരു കേസല്ല, അങ്ങനെ ഒരു ആരോപണമല്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരു കേസായിട്ട് ബന്ധിപ്പിക്കാൻ നിയമപരമായി കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല, ഇവിടെ ശ്രീ പ്രകാശ് സൂചിപ്പിച്ചു, ഇവിടെ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു, ഇത് ബിജു രമേശിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റിനെ നിയമപരമായ ലീഗൽ സ്ക്രൂട്ടനിക്ക് വേണ്ടി, നിയമപരമായ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണെന്ന്. മാണിസാറുമായി ബന്ധപ്പെട്ട കേസിൽ ക്വിക്ക് വെരിഫിക്കേഷൻ ഉത്തരവിട്ടതിന് ശേഷം, നീണ്ട ദിവസത്തെ ക്വിക്ക് വെരിഫിക്കേഷന് ശേഷം ഇതേ വിജിലൻസ് അന്വേഷണ സംഘം തന്നെ അന്നത്തെ അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ ശശീന്ദ്രൻ, അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ വിജിലൻസ് ശ്രീ ശശീന്ദ്രൻ 6 പേജുള്ള റിപ്പോർട്ട് അന്ന് വിജിലൻസിന് കൊടുക്കുകയുണ്ടായി. ആ വിജിലൻസിൻ്റെ റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. അതിലെ മുഴുവൻ വായിക്കുന്നില്ല, അവസാനത്തെ പാരഗ്രാഫ് വായിച്ചാൽ നമുക്കറിയാം ഈ വിജിലൻസ് നിയമോപദേശം തേടിയാൽ പോലും അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിരിക്കുകയാണ് മാണിസാറിൻ്റെ കാര്യത്തിൽ. കാരണം ആ വിജിലൻസിൻ്റെ ആ അഡീഷണൽ ഡയറക്ടർ പ്രോസിക്യൂഷൻസിൻ്റെ നിയമോപദേശത്തിന് അവസാനത്തെ പാരഗ്രാഫ് ഞാൻ വായിക്കാം. അതിൽ പറയുന്നത്, ഇൻ ദിസ് വ്യൂ ഓഫ് ദി മാറ്റർ, ഈ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം, neither informations referred to in the complaint of the leader of opposition nor the allegations leveled by Sri Biju Ramesh in his statement disclose commission of the above mentioned cognizable offence of bribery or criminal misconduct under the PC Act. It is not legal and proper to register a FIR in the light of the above materials എന്നാണ് അന്ന് അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസിൻ്റെ ലീഗൽ അഡ്വൈസർ ശ്രീ ശശീന്ദ്രൻ റിപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ ക്വിക്ക് വെരിഫിക്കേഷന് ശേഷം, ഈ നിയമോപദേശം കിട്ടിയതിന് ശേഷവും മാണിസാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ നിയമപരമായി ഈ തെളിവുകളൊന്നും തന്നെ പര്യാപ്തമല്ല, ഈ ആരോപണങ്ങൾ പര്യാപ്തമല്ല, അതുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യാൻ നിയമപരമായി കഴിയില്ല എന്ന് വിജിലൻസിൻ്റെ തന്നെ അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് റിപ്പോർട്ട് കൊടുത്തിരുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന്
ഒരുപക്ഷെ പ്രധാനമായിട്ട് പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ടിൽ കാണുന്ന അതാണ്. അതുകൊണ്ട് ഇത് ക്വിക്ക് വെരിഫിക്കേഷൻ സമയത്തോളം മാനസാറുമായി ബന്ധപ്പെട്ട കേസിൽ ക്വിക്ക് വെരിഫിക്കേഷൻ വേണമോ വേണ്ടയോ എന്നൊരു നിയമോപദേശം ആരും തേടിയിരുന്നില്ല. മറിച്ച് ഒക്ടോബർ 31 ആരോപണം, നവംബർ 1 പ്രതിപക്ഷ നേതാവിന്റെ പരാതി, നവംബർ 2 മന്ത്രിയുടെ പ്രഖ്യാപനം, നവംബർ 3 ക്വിക്ക് വെരിഫിക്കേഷനുള്ള ഉത്തരവ്. വ്യക്തമാണ്. താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ അജയ് തറയിൽ, ആന്റണി രാജു ചൂണ്ടിക്കാണിക്കുന്നതും അതുപോലെ തന്നെ ബിജു രമേശിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റിലുള്ളതുമായ വസ്തുതകൾ കെ ബാബുവിനെതിരെ ഒരു പ്രത്യേക അന്വേഷണം വരുന്നതാണ്. അതുപോലെ തന്നെ കെ ബാബുവിനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യേണ്ടതാണ്, കേസെടുക്കേണ്ടതാണ്. കാരണം 418 ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി KM മാണിക്ക് 1 കോടി രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു FIR ഇടുക, ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുക, അത്തരം നടപടികളിലേക്ക് നിങ്ങൾ നീങ്ങി. അതേസമയം ബിജു രമേശിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റിൽ കെ ബാബുവിനെതിരെ പറയുന്നത് അത് ബാറുകളുടെ ലൈസൻസ് ഫീ അത് 30 ലക്ഷത്തിൽ നിന്ന് 23 ലക്ഷമായി കുറയ്ക്കുന്നതിന് വേണ്ടി പണം വാങ്ങിയതിൻ്റെ വിവരങ്ങളാണ്. അതോടൊപ്പം ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ബാർ ലൈസൻസ് കൊടുക്കുന്നതിൽ നടത്തിയ അഴിമതികൾ, അതുപോലെ ബിയർ ആൻഡ് വൈൻ പാർലറുകൾ അനുവദിക്കുന്നതിൽ വാങ്ങിയ പണത്തിൻ്റെ കണക്കുകൾ, ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് മാണിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ബാബുവിനോട് സ്വീകരിക്കുന്നത്? ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റ് ശ്രീ ബിജു രമേശിന്റെ 164 സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശ്രീ മണിസാറിന്റെ FIRമായി ബന്ധപ്പെടുത്തി അന്വേഷിക്കണമോ, അതിന് സെപ്പറേറ്റ് രജിസ്റ്റർ വെക്കണോ, അല്ലെങ്കിൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ആവശ്യമുണ്ടോ, ഇതിലെന്തെങ്കിലും ഘടകമുണ്ടോ എന്ന വിഷയത്തെ കുറിച്ച് വളരെ ഗൗരവമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം അവർ വേണ്ട നിയമോപദേശങ്ങൾ തേടി ഉത്തമമായ തീരുമാനങ്ങൾ എടുക്കും. അതിനുള്ള പൂർണ്ണമായ അവകാശവും അധികാരവും ആന്റി കറപ്ഷൻ ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതിനപ്പുറത്ത് ആ കാര്യത്തെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല പ്രയാസെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ദയവായി തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, ഒരു കേസിൽ എന്ന് പറയുന്ന ഒരു മൊഴിയുടെ കാര്യത്തിൽ ഒരിക്കൽ ബിജു രമേശ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ KM മാണിക്കെതിരെ കേസെടുക്കുക. അതേ ബിജു രമേശ് 164 സ്റ്റേറ്റ്മെൻറ്റിൽ ബാറുകളുടെ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട്, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ബാർ ലൈസൻസ് ഫീ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട്, അത് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം കെ ബാബു പണം വാങ്ങിയതിൻ്റെ വിശദാംശങ്ങൾ 17 മുതൽ 22 വരെ പേജുകളിൽ ഉണ്ടായിട്ടും അതിൽ വീണ്ടും പരിശോധനയും അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? കാരണം KM മാണി മുന്നണി വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി KM മാണിക്കെതിരെ പെട്ടെന്ന് കേസ് രജിസ്റ്റർ ചെയ്യുക, അദ്ദേഹത്തെ ആ കേസിൽ കുടുക്കിയിടുക. അതേസമയം കെ ബാബുവിനെതിരെ കേസെടുത്താൽ ഇപ്പോഴത്തെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യം അനുസരിച്ച് ബാബുവിൻ്റെ രാജി വിഭാഗത്തിലെ തന്നെ ചിലർ ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെ ആവശ്യപ്പെട്ടാൽ ബാബു രാജിവെക്കേണ്ടി വന്നാൽ മാണിയും രാജിവെക്കേണ്ടി വരും. സർക്കാരിനെ നിലനിർത്തുന്നതിന് വേണ്ടി ബാർ കോഴയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കേസെടുക്കുക, മറ്റൊരു കേസിൽ കേസെടുക്കാതിരിക്കുക, ഇതാണോ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? ഇതൊരു ഗുരുതരമായ വിശേഷമാണ്. ഇതിന് നിയമപ്രശ്നമുണ്ട്, രാഷ്ട്രീയ പ്രശ്നമുണ്ട്. രാഷ്ട്രീയക്കാർ എപ്പോഴും അവരുടെ സ്വന്തം കസേര സംരക്ഷിച്ച് നിർത്താനും സ്വന്തം തടി സൂക്ഷിക്കാനുമാണ് ശ്രമിക്കുക, സ്വാഭാവികം. പക്ഷേ ഇത് ബാർ കോഴ, നമ്മൾ ബാബു പറയുന്നത് കേട്ടു, ബാർ കോഴ ഉന്നയിച്ചിരിക്കുന്നത് ഒരു ബാർ ഉടമസ്ഥനാണ്. ഞാനും അത് സമ്മതിക്കുന്നു. അയാൾക്ക് തീർച്ചയായിട്ടും സ്ഥാപിത താല്പര്യങ്ങളൊക്കെ ഉണ്ട്, അയാൾക്കാരുടെ ബിസിനസ്സൊക്കെ നഷ്ടമായി, അതിൻ്റെ നിരാശയിൽ നിന്നുണ്ടായ ആരോപണമാവാം. പക്ഷേ എങ്കിലും ആരോപണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിന് നിയമപരമായ ഒരു മുഖം കൂടിയുണ്ട്, നിയമപരമായ ഒരു ശക്തിയും ആ ആരോപണത്തിനുണ്ട്. ഇപ്പോഴത് കോടതിയിലെ മുമ്പിലുള്ള ഒരു 164 സ്റ്റേറ്റ്മെൻറ്റാണ്. 164 സ്റ്റേറ്റ്മെൻറ്റിന് അതിൻ്റേതായ ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. ആ നിലയിൽ നോക്കുമ്പോൾ ഈ ആരോപണം ആർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നു,
അത് ഇവിടുത്തെ എക്സൈസ് മന്ത്രിക്കെതിരെയാണ്. ഞാൻ ബാബു ഈ കുറ്റമൊന്നും ചെയ്തതായിട്ട് കരുതുന്നില്ല. പക്ഷേ ഈ ആരോപണത്തിൻ്റെ ബലം നിയമപരമായി പരിരക്ഷയുള്ള ഈ ആരോപണം പറയുന്നത് ബാബു ഓഫീസിൽ വെച്ച് ഡിസ്കസ് ചെയ്തു 30 ലക്ഷം എന്നൊക്കെ പറഞ്ഞു, അത് കുറയ്ക്കണമെങ്കിൽ കാശ് തരണമെന്ന് ആവശ്യപ്പെട്ടു. മന്ത്രിയുടെ സർക്കാർ സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ വെച്ചാണ് ഈ സംസാരം നടന്നുവെങ്കിൽ ഈ ആരോപണം ശരിയാണെങ്കിൽ നടന്നിരിക്കുന്നത്. അത് 30 ലക്ഷം എന്ന് പറയുന്നത് വീണ്ടും 22 ലക്ഷം 23 ലക്ഷമാക്കി കുറച്ചു കൊടുക്കുന്നു. സർക്കാരിന് കിട്ടേണ്ടിയിരുന്ന കാശാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് KM മാണിക്കെതിരെ വന്ന ആരോപണങ്ങളെക്കാൾ ശക്തമായ ആരോപണങ്ങളാണിത്. എനിക്ക് ഈ ആരോപണങ്ങൾ ശരിയോ തെറ്റോ എന്നറിയില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഇതൊരു ബാർ ഉടമസ്ഥൻ കൊണ്ടിരുന്ന ആരോപണം. രണ്ടാമത്തെ കാര്യം, ഇത് പത്രക്കാർ കൊണ്ടുവന്നല്ല, ഇത് റിപ്പോർട്ടറുടെ ഏതെങ്കിലും ഒരു റിപ്പോർട്ടർ കൊണ്ടുവന്നിരുന്നെങ്കിൽ, കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ, എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ മാധ്യമങ്ങളെ പിന്തുണയ്ക്കുന്ന ആളാണ്. മാധ്യമപ്രവർത്തകരിൽ, കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. ഞാൻ അവരുടെ കൂടെ നിന്നേനെ. ഇവിടെ ഞാൻ ബിജു രമേശിനോടൊപ്പം നിൽക്കുന്നില്ല, ഞാൻ ബാബുവിനോടൊപ്പം നിൽക്കുന്നില്ല. തീർച്ചയായിട്ടും ഇതിനെ അർഹിക്കുന്ന പരിഗണനയോടെ ഗവൺമെൻറ് കൈകാര്യം ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ജേക്കബ് ജോർജ്, പക്ഷേ അങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ KM മാണിയുടെ കാര്യത്തിൽ കാണിച്ച തിടുക്കം ഇതിലുണ്ടാകുന്നില്ല. മാത്രമല്ല, ഇതിൽ K ബാബുവിൻ്റെ അല്ലെങ്കിൽ ശിവകുമാറിനെതിരെ മാത്രം ഒരു ക്വിക്ക് വെരിഫിക്കേഷനോ അല്ലെങ്കിൽ അവർക്കെതിരെ മാത്രം കേസെടുത്താൽ മതിയോ? 2-3 കാര്യങ്ങളില്ലേ ഇതിൽ. കാരണം ബിജു രമേശിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ റിപ്പോർട്ടർ TV പുറത്തുവിട്ടത്. അതിൽ രമേശ് ചെന്നിത്തലയുടെ പേരുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ. പക്ഷേ കോടതിക്ക് കൊടുക്കുന്ന 164 സ്റ്റേറ്റ്മെൻറ്റിൽ രമേശ് ചെന്നിത്തലയുടെ പേരില്ല. അതുപോലെ VS ശിവകുമാറിനെ കുറിച്ച് വളരെ ചെറിയ പരാമർശം മാത്രമായി ചുരുങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ ശിവകുമാറിൻ്റെ കാര്യം അന്ന് ശബ്ദരേഖയിലുണ്ടായിരുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയ കാര്യം പുറത്തു വന്നിരുന്നു. ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് കൃത്യമായി പറയുന്നുണ്ട് ബിജു രമേശ്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് KM മാണിയെ പോയി കണ്ടത്. അതുപോലെ തന്നെ K ബാബു മുഖ്യമന്ത്രിയുടെ പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇനി KM മാണിക്ക് പണം കൊടുക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തമടക്കം ഇങ്ങനെ ഇവരോട് മുഖ്യമന്ത്രി പറഞ്ഞോ, പോയി മാണിയെ പോയി കാണാൻ പറഞ്ഞോ, അതുപോലുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയെ അടക്കം ഇതിൽ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മാത്രമല്ലേ ഈ 164 സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു അന്വേഷണം സാധ്യമാകൂ? അതെ, 164 സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് ഇപ്പോൾ ബിജു രമേശ് പറയുന്ന കാര്യങ്ങൾ, ആ തെളിവുകളോ അദ്ദേഹം പറയുന്ന ആരോപണങ്ങളോ സാക്ഷിമൊഴികളോ, ഇതൊന്നും നമ്മൾ മാധ്യമപ്രവർത്തകരുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. ഇതൊരു ബാർ ഉടമസ്ഥൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ്. നേരത്തെ പ്രകാശ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പം BS ശിവകുമാറിനെ ഒഴിവാക്കി, രമേശ് ചെന്നിത്തല ഒഴിവാക്കി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്തെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇത് മാധ്യമപ്രവർത്തകനാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം അവരുടെ ജോലിയോടാണ്, അവരുടെ സ്ഥാപനത്തോടാണ്, പത്രപ്രവർത്തനത്തോടാണ്, മാധ്യമ പ്രവർത്തനത്തോടാണ്. ബാർ ഉടമസ്ഥൻ എന്ന നിലയിൽ ബിജു രമേശിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളോടാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി ആണ് അദ്ദേഹം നീങ്ങുന്നത്. എങ്കിൽ പോലും ഇതിനകത്ത് വലിയ അപകടങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. ബിജു രമേശ് ഈ VS ശിവകുമാറിനെ ഒഴിവാക്കിയതെന്ത്, രമേശ് ചെന്നിത്തല ഒഴിവാക്കിയതെന്ത്, നമുക്കിങ്ങനെ ചർച്ച ചെയ്യാവുന്നതല്ലാതെ നമുക്ക് ഉത്തരവ് കണ്ടുപിടിക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല. പക്ഷേ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വലിയ അപകടമുള്ള ആരോപണങ്ങളാണ്. അതിനൊരു അന്വേഷണം വേണം. ഇപ്പം മാണിക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല ക്വിക്ക് വെരിഫിക്കേഷൻ പ്രഖ്യാപിച്ചുവെങ്കിൽ ഇതിനകത്ത് രാഷ്ട്രീയം നോക്കണം. രമേശ് ചെന്നിത്തല I ഗ്രൂപ്പുകാരനാണ്, ബാബു ആന്റണി പക്ഷത്തെ മന്ത്രിയും. അതുകൊണ്ട് തന്നെ അവർ തമ്മിലൊരു ഡെലിക്കസി ഉണ്ട്. എങ്ങനെ ഒരു ആന്റണി പക്ഷത്തെ ആളെ ഞാൻ ഈ അന്വേഷണത്തിൽ കുരുക്കും എന്നുള്ളൊരു വലിയ പ്രതിസന്ധി രമേശ് ചെന്നിത്തല നേരിടുന്നുണ്ടാവാം. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഒരു പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്, UDF ഒരു കനത്ത പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. പക്ഷേ നമ്മളിത് കാഴ്ചക്കാരെന്ന നിലയിൽ, മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഈ കാര്യത്തിൽ ഗവൺമെൻറ് കേരള സമൂഹത്തോട് വ്യക്തമായ ഉത്തരം നൽകണം എന്ന് തന്നെയാണ്. ശ്രീ ആന്റണി രാജു, അതിന് സാധ്യമാകും എന്ന് കരുതുന്നുണ്ടോ? കാരണം ഇതേ രമേശ് ചെന്നിത്തലയാണ് KM മാണിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുന്ന കാര്യത്തിലും FIR ഇടുന്ന കാര്യത്തിലും വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ K ബാബുവിൻ്റെ പേര് വന്നപ്പോൾ ആദ്യം K ബാബുവിനോടൊപ്പം രമേശ് ചെന്നിത്തലയുടെ പേരും VS ശിവകുമാറിൻ്റെ പേരുമെല്ലാം ഉണ്ടായിരുന്നു. അതിനെ അപ്പാടെ നിഷേധിക്കുന്ന ഒരു സമീപനം അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനുശേഷം 164 സ്റ്റേറ്റ്മെൻ്റ് ആയപ്പോൾ അത് K ബാബുവിൻ്റെ പേര് മാത്രമായി ചുരുങ്ങുന്നു. പക്ഷെ മുഖ്യമന്ത്രിയുടെ പേര് തുടർച്ചയായി ഇതിൽ നമുക്ക് കാണാം. ആ രീതിയിൽ വരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തിന് KM മാണിയെ മാത്രം ബലിയാടാക്കണം? ഇതിലൊരു സമഗ്രാന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരേണ്ടതല്ലേ?
കെ ബാബുവിനെതിരെ ഒരു നടപടിക്ക് വൈകുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ രണ്ട് നിലപാടുണ്ടായി എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ അന്ന് രമേശ് ചെന്നിത്തല സ്വീകരിച്ച, അതല്ലെങ്കിൽ അന്ന് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല? അല്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ സുവ്യക്തമായ അഭിപ്രായം, അന്നും ഇന്നും ഒരേ അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അന്ന് മാണിസാറിനെതിരെ ഒരു ബാറുടമ ഉന്നയിച്ച ആരോപണത്തിൻ്റെ പേരിൽ, ദുരാരോപണത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരു എഫ്ഐആർ ഇടാൻ നിയമപരമായി സാധുത ഇല്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ അന്നത്തെ വാദം. ഇന്ന് ഞങ്ങൾ പറയുന്നു അതുകൊണ്ട് ബാബുവിനെ ഒഴിവാക്കിയതിൽ ഞങ്ങൾക്ക് അമർഷമില്ല. പക്ഷേ ഇന്നിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൈകളിൽ നിന്നും ഇത് കോടതിയുടെ വരാന്തയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പിലാണ് ആ മൊഴി, അല്ലാതെ വിജിലൻസിൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് മുമ്പിലല്ല. അത് കോടതിയുടെ രേഖയായി മാറിയിരിക്കുന്നു. ഇനി ഇത് കോടതിക്ക് തന്നെ സ്വമേധയാ ഇക്കാര്യത്തിൽ ആ മൊഴിയിൽ പറയുന്ന ആളുകളെ ഉൾപ്പെടുത്തി കേസെടുക്കണമെന്ന് കോടതിക്ക് പോലും വേണ്ടി വന്നാൽ ഒരു ഘട്ടത്തിൽ പറയേണ്ട ഒരു അവസ്ഥ ഇന്നുണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ കേസിൻ്റെ പിന്നാലെ മാധ്യമങ്ങളും കോടതിയും പൊതുജനവും ഒരുപോലെ കണ്ണു നട്ടിരിക്കുന്നത് കൊണ്ട് ഇതിൽ ആരുടെയെങ്കിലും സ്ഥാപിത താല്പര്യം ഈ കാര്യത്തിൽ നടക്കുമെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഇത് ആരുടെയെങ്കിലും ഒരാളുടെ നിയന്ത്രണത്തിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നിയന്ത്രണത്തിൽ മാത്രം ഇനി ഇത് അവരുടെ ഇഷ്ടാനുസരിച്ച് ഈ കേസ് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് നിയമപരമായി കോടതികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെയോ ഒരു മന്ത്രിയുടെയോ ഒരു വ്യക്തിയുടെയോ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ശ്രീ അജയ് തറയിൽ, ഒരു പ്രത്യേക ഘട്ടത്തിൽ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കരുത്, മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കട്ടെ എന്ന അഭിപ്രായ പ്രകടനം നടത്തിയ ആളാണ് താങ്കൾ. ഇവിടെ ഇപ്പോൾ എക്സൈസ് മന്ത്രിക്കെതിരെയാണ് 164 സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ KPCC സർക്കാർ ഏകോപന സമിതിയിലെല്ലാം ഉയർന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കെ എം മാണിയെ സംരക്ഷിക്കേണ്ടതില്ല എന്നായിരുന്നു. ശ്രീ വി ഡി സതീശനെ പോലുള്ളവർ ആ നിലപാടിൻ്റെ ഭാഗമായിരുന്നു. ഇതിപ്പോൾ കെ ബാബുവിനെതിരെ കുറച്ചുകൂടി ഗുരുതരമായ ഒരാരോപണം, തുകയും കൂടുതലാണ്, 10 കോടി രൂപയാണ്, കെ എം മാണി 1 കോടി രൂപയാണ്. അത് ഉയർന്നപ്പോൾ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ, പ്രത്യേകിച്ചും ശ്രീ ആന്റണി രാജു അല്ലെങ്കിൽ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ല, ഒരു കോടതിയിൽ കൊടുത്ത ഒരു മൊഴിയുടെ കാര്യമാണ്. അതിൽ കോൺഗ്രസ് നേതൃത്വം രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് എത്തേണ്ടതില്ലേ? ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഇതിലൊരു രാഷ്ട്രീയ തീരുമാനമില്ല. ഈ വിഷയത്തിലും ഒരു രാഷ്ട്രീയ തീരുമാനമില്ല. അതെല്ലാം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സ്വതന്ത്രമായ ഒരു അന്വേഷണമായിരുന്നു. ആ അന്വേഷണത്തിന് ശേഷം അവരെ ക്വിക്ക് വെരിഫിക്കേഷന് ശേഷം അവർ എഫ്ഐആർ ഇട്ട് കേസെടുത്തു. ഈ കെ ബാബുവിനെതിരെ എന്ത് വേണമെന്ന് അവർ തീരുമാനിക്കും. അഭ്യന്തരം പറഞ്ഞല്ലോ. അല്ലാതെ ഇവിടെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും അതുപോലെ 116, 164 അനുസരിച്ചുള്ള മൊഴി ഒക്കെ കണ്ടത് കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇറങ്ങി പുറപ്പെടണം എന്ന് പറയുന്നതോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ബാബുവിനെതിരെ കുറ്റം കണ്ടെത്താൻ വിജയിച്ച് കഴിയുമോ? ബാബുവിന് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുകയും അതിനുശേഷം എഫ്ഐആർ ഇടുകയും ചെയ്യുമോ? എങ്കിൽ മാത്രമാണ് എന്തെങ്കിലും സംശയത്തിന്റെ ലാഞ്ചന ബാബുവിലുണ്ടോ എന്ന് കോൺഗ്രസ്സുകാർക്ക് ഫീൽ ചെയ്യുകയുള്ളൂ, കോൺഗ്രസ്സുകാർക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് കോൺഗ്രസ് നേതാക്കന്മാർ പ്രതികരിക്കുക. അല്ലാതെ കെ ബാബുവിനെതിരെ ഒരു അബ്കാരി നേതാവ്, അബ്കാരി വ്യവസായി ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞ് ആ ആരോപണത്തെ കുറിച്ച് പിടിച്ച് കടിച്ചു തൂങ്ങാൻ കോൺഗ്രസ്സുകാർ ഉണ്ടാകില്ല. അത് തെറ്റായ ചിന്തയാണ് എന്നാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. ശ്രീ അജയ് തറയിൽ, അവിടെ ഒരു പ്രശ്നമുള്ളത്, സാധാരണ ഒരു ജനം, ഒരു സാധാരണക്കാരൻ കൊണ്ടുപോയി മന്ത്രിമാർക്കോ മുന്നണി നേതാക്കൾക്കോ പണം കൊടുക്കേണ്ടതില്ല, അവൻ ആ രീതിയിൽ എന്തെങ്കിലും നേടേണ്ടതുമില്ല. എപ്പോഴും അഴിമതി നടക്കുന്നത് നിയമപരമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു ലാഭവിഹിതത്തിൻ്റെ ഒരു അംശം രാഷ്ട്രീയ നേതൃത്വത്തിന്, ഭരണ നേതൃത്വത്തിന് നൽകുന്നതാണല്ലോ അഴിമതി, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക്. ഇവിടെ നിങ്ങൾ ആവർത്തിച്ച് പറയുന്നു ബിജു രമേശ് ഒരു അബ്കാരിയാണ് എന്ന്. ബിജു രമേശ് അബ്കാരിയാണെന്ന് സ്വയം സമ്മതിക്കുന്നുണ്ട്. എന്തിനാണ് പണം കൊടുത്തത് എന്ന്, മാണിക്ക് പണം കൊടുത്തത് അവരുടെ 418 ബാറുകൾ തുറന്ന് പ്രവർത്തിക്കാനാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. അങ്ങനെ ഇരിക്കെ വീണ്ടും ഒരു അബ്കാരി പറഞ്ഞു, അബ്കാരിയുടെ ബിസിനസ് താല്പര്യമാണ്, അതുകൊണ്ട് മറുപടിയില്ല എന്ന് പറയുന്നത് എത്രത്തോളം യുക്തിഭദ്രമാണ്? അല്ല, മറുപടി ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ പ്രകാശേ. ഞങ്ങൾ പറഞ്ഞത് ബിജു രമേശിന്റെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ
അല്ലെങ്കിൽ ബിജു രമേശിന്റെ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശ്രീ കെ ബാബു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുവാനും കെ ബാബുവിനെതിരെ നിലപാട് സ്വീകരിക്കാനും ഒരു കോൺഗ്രസുകാർക്ക് കഴിയുകയില്ല. ശ്രീ ബിജു രമേശിന്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് എന്ത് തീരുമാനമെടുക്കുന്നു? ആ ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാണ്. ശ്രീ ആന്റണി രാജു, അജയ് തറയിൽ ആവർത്തിക്കുന്നത് അതാണ്. കാരണം ബിജു രമേശിന്റെ ഒരു 164 സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയില്ല. അങ്ങനെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു FIR ഇടുകയാണെങ്കിൽ, അതൊന്നും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയെല്ലാം മാണിയുടെ കാര്യത്തിലടക്കം നടന്നത്. അത് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ ഒരു നടപടിക്രമങ്ങൾ. ആ നടപടിക്രമങ്ങൾ ഒരു ഇടപെടലും കൂടാതെ സ്വാഭാവികമായി അവർ നടത്തട്ടെ. അങ്ങനെ വരുമ്പോൾ അഭിപ്രായം പറയാം. KM മാണിയുടെ കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയതും അങ്ങനെ വന്നപ്പോൾ മാത്രമാണ്. പക്ഷേ പ്രകാശ്, ഇവിടെ രണ്ട് രീതിയിലാണ് ഈ കേസിനെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആയാലും കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം മാണിസാറിന്റെ പേരിൽ ഒരു ചാനലിൽ അവ്യക്തമായ ചില ആരോപണങ്ങൾ, ആ ഇടപാടുമായി ഒരു ബന്ധവും നേരിട്ടില്ലാത്തൊരു വ്യക്തി മറ്റു ചില ആളുകൾ കൊണ്ട് കൊടുത്തു എന്ന് ആരോപിച്ചപ്പോൾ തന്നെ മണിക്കൂറുകൾക്കകം ക്വിക്ക് വെരിഫിക്കേഷൻ ഇടുമെന്ന് പറഞ്ഞത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അതിനുശേഷമാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് 72 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ ഉത്തരവിട്ടത്. പക്ഷെ ഇവിടെ അതിനേക്കാൾ ഗുരുതരം ഒരു ചാനലിലൂടെ അല്ല, മറിച്ച് ഒരു കോടതി. ആന്റണി രാജു, അത് താങ്കൾ ആവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ അത് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാനലിൽ നടന്ന അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ടു, അത് ആഭ്യന്തരമന്ത്രി അതിനെ ന്യായീകരിച്ചു, അതിന് മുൻകൈയെടുത്തു, ആ നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഇതിലത് ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? പഴയ കാര്യം പറയുകയല്ലല്ലോ വേണ്ടത്. ഇതിലത് ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അടിസ്ഥാനരഹിതമായ ആരോപണമാണെങ്കിൽ പോലും കേസെടുക്കണമെന്ന് പറഞ്ഞത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ ഇവിടെയും അങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണമാണെങ്കിൽ പോലും എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്ന് മറുപടി പറയേണ്ടത് ആരാണ്? ഞങ്ങളാണോ പറയേണ്ടത്? ശ്രീ ജേക്കബ് ജോർജ്, ഈ കാര്യത്തിൽ ആന്റണി രാജുവിന് വ്യക്തമായ ഒരഭിപ്രായം പുറത്തേക്ക് പറയാൻ കഴിയില്ല. ആഭ്യന്തര വകുപ്പ് അന്ന് ഈ നടപടി സ്വീകരിച്ചു, ഇന്നിങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ അവർ പറയട്ടെ എന്ന് പറയുന്നു. കൃത്യമായ ഒരു ഭിന്ന നിലപാട് ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ, കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടും കേരള കോൺഗ്രസ് എമ്മിന് എന്തുകൊണ്ട് അതിൽ അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയുന്നില്ല? ഒന്ന്. രണ്ട്, കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അത് ഈ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് മറിയുമോ? കോൺഗ്രസിനകത്തൊരു വലിയ ആശയക്കുഴപ്പമുണ്ട്. കേരള കോൺഗ്രസിന്റെ സ്ഥിതി നമുക്കറിയാമല്ലോ. PC ജോർജ് ഇങ്ങനെ വേലിപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് ഇപ്പോൾ ഒന്നിച്ചു നിൽക്കുന്നത് തന്നെ ഈ ബാർക്കോഴ കേസിന്റെ പേരിലാണ്. KM മണിയെ സംരക്ഷിച്ച് നിർത്തുന്നു. പക്ഷേ അത് അതിലോലമാണ്. അതിനകത്തെ രണ്ട് വിഭാഗങ്ങളുടെ വ്യത്യാസം അതിലോലമാണ്. അതിർവരമ്പുകൾ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ. അത് ഏത് സമയവും തെറ്റിപ്പോകാം. ബന്ധങ്ങൾ തെറ്റാനുള്ള സാധ്യതകൾ ഏറി വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആന്റണി രാജു ഇവിടുന്ന് പോവുകയും ചെയ്തു. പിന്നത്തെ കാര്യം, ഇപ്പോൾ അജയ് തറയിലാണ്, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ അജയ് തറയിൽ ആണ് ഇപ്പോൾ ബാബുവിന് വേണ്ടിയൊക്കെ രംഗത്ത് വരുന്നത്. നമ്മൾ നോക്കണം, ഇന്നലെ ഇന്നും പ്രമുഖ നേതാക്കന്മാരാരും UDFന്റെയോ കോൺഗ്രസിന്റെയോ പ്രമുഖ നേതാക്കന്മാരാരും ബാബുവിൻ്റെ തുണയ്ക്ക് വേണ്ടി ചാനലുകളിൽ വന്നിട്ടില്ല, പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്ന കാര്യം കൊണ്ട് പ്രത്യേകം ഓർക്കണം. അടുത്ത ഒരു വിഷയം, ഗ്രൂപ്പിൻ്റെ സമവാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ബാബുവിനെതിരെ I വിഭാഗത്തിൻ്റെ നേതാവായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടപടിയെടുക്കും. കേരള കോൺഗ്രസിൻ്റെ അമർഷം എന്നത് KM മണിക്കെതിരെ ആരോപണമുണ്ടായപ്പോൾ വേണമെങ്കിൽ അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പ്രത്യേക സംഘത്തെ, തനിക്ക് വഴങ്ങുന്ന അല്ലെങ്കിൽ പറഞ്ഞ കേൾക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരെ വെച്ചൊരു സംഘം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല സാധാരണഗതിക്ക് ഒരു കോൺഗ്രസ് ആഭ്യന്തരമന്ത്രി അങ്ങനെയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത് സ്വാഗതാർഹവുമാണ്. രമേശ് ചെന്നിത്തല ചെയ്തത് അത് വിജിലൻസിന് തന്നെ വിട്ടുകൊടുത്തു. അവരെ ഏറ്റവും ശക്തരായ ഒരു വഴിക്കും കീഴടങ്ങാത്ത, ഒരു ശുപാർശയും കേൾക്കാത്ത, ആർക്കും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും വഴങ്ങാത്ത ജേക്കബ് തോമസിനെ പോലെയുള്ള ആൾക്കാർക്ക് ആ അന്വേഷണ നേതൃത്വം കൊടുത്തു. അതിലുള്ള അമർഷമാണ് ആന്റണി രാജു രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് ആണ്. ഉത്തരം കേൾക്കാൻ നിൽക്കുന്നത് മാണി കോൺഗ്രസ് ആണ്. UDFിനകത്തെ സംഘർഷത്തിന് അങ്ങനെ ഒരു മാനം കൂടിയുണ്ട്. പ്രകാശ്, ശ്രീ ജേക്കബ് ജോർജ്, അത് മാത്രമാണോ? ഇപ്പോൾ ഒരു സമയത്ത് ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞു മാണി സാറിനെതിരെ അങ്ങനെ തിരക്കിട്ട് കേസെടുക്കേണ്ടതായിരുന്നില്ല, അങ്ങനെ ഒരു അഭിപ്രായം ശക്തമാണ് എന്ന്. അതിനുശേഷം
അതിൽ രമേശ് ചെന്നിത്തല ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മാറുകയും ചെയ്തു. ഇതിപ്പോൾ കെ എം മാണി, അതിനുശേഷം കെ ബാബു, ഇതോടൊപ്പം മുഖ്യമന്ത്രി, ആ രീതിയിലേക്ക് ഇത് മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഐ വിഭാഗത്തെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയുടെ പേര് 164 സ്റ്റേറ്റ്മെൻറ്റിലില്ല. ഐ വിഭാഗം ആ അർത്ഥത്തിൽ കുറച്ചുകൂടി ആ കാര്യത്തിൽ സുരക്ഷിതരാണ്. അവരെ സംബന്ധിച്ച് ആരോപണവിധേയരായ കെ എം മാണി, ആരോപണത്തിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ഉമ്മൻചാണ്ടി, നേരിട്ട് പണം വാങ്ങി എന്ന് പറയുന്ന കെ ബാബു, ഇവർക്കെതിരെയെല്ലാം അന്വേഷണം നടത്തി ഒരു പുനഃസംഘടന തന്നെ അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിലേക്കാണോ, അതോ ഇനി കെ ബാബുവിനെതിരെ കേസെടുക്കേണ്ടി വന്നാൽ ബാബുവിൻ്റെ രാജി സ്വാഭാവികമായും ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുവരെ കോൺഗ്രസ് നേതൃത്വത്തിൽ പലരും നിശബ്ദരാണെങ്കിൽ ആവശ്യപ്പെടുമ്പോൾ ബാബു രാജിവെക്കേണ്ടി വന്നാൽ മാണിയുടെ രാജി, അത് ഈ സർക്കാരിനെ തന്നെ തകർക്കുന്നതിലേക്ക് ബാർ കോഴയുടെ തുടർ ദിവസങ്ങൾ നീങ്ങുമോ? അല്ല, ബാബുവിനെതിരെ അന്വേഷണം വന്നാൽ തീർച്ചയായിട്ടും ബാബു രാജിവെക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാബു രാജിവെച്ചാൽ തീർച്ചയായിട്ടും കെ എം മാണിയും രാജിവെക്കേണ്ടി വരും, യാതൊരു സംശയമില്ല. പിന്നെ വേറെ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇതിനകത്തുള്ള ചില വ്യക്തിപരമായ ബന്ധങ്ങളുടെ വിഷയം കൂടിയുണ്ട്. ബിജു രമേശിൻ്റെ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരികയാണ് കേരളത്തിലെ ഐ ഗ്രൂപ്പുകാരനായൊരു മന്ത്രി, അതും കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പേര് ഇതിനകത്തില്ല, ഈ 164 സ്റ്റേറ്റ്മെൻറ്റിലില്ല. അതിനെന്താണ് കാരണം? ഇങ്ങനെയൊരു ബന്ധം വല്ലതും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷേ ആ ഒരു വിഷയം കൂടി ചിലപ്പോൾ ഉപചാലകളിൽ ചർച്ചയായേക്കാം. എന്തൊക്കെയാണെങ്കിലും കോൺഗ്രസിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ് ഈ സംഭവം. കാരണം ഇത് കോൺഗ്രസിൻ്റെയോ രാഷ്ട്രീയക്കാരുടെയോ വിജിലൻസിൻ്റെ പോലും കയ്യിലല്ല, നിയമത്തിൻ്റെ കയ്യിലാണ്, കോടതിയുടെ കയ്യിലാണ്. വളരെ നന്ദി ശ്രീ അജയ് തറയിൽ, ശ്രീ ആന്റണി രാജു, ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.